the molality of a solution having 18 gram of glucose. Okay, ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 180 ആണ്. ചിലപ്പോൾ അത് തന്നിരിക്കില്ല, നമ്മൾ കണ്ടുപിടിക്കണം. ഗ്ലൂക്കോസ് നമുക്കറിയാലോ CH12O6 ആണ് ഗ്ലൂക്കോസ്. ഇവിടെ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്കതിന്റെ ഒരു മോളിക്കുലാർ ഫോർമുല അറിഞ്ഞില്ലെങ്കിലും നമുക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഈക്വൽ ടു ഡിസോൾഡ് ഇൻ 500 ഗ്രാംസ് ഓഫ് വാട്ടർ. നമുക്ക് 500 ഗ്രാംസ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പൊ അതിന്റെ മൊളാലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. യെസ്, അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് തന്നിട്ടില്ല, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് N ഈക്വൽ ടു എന്താണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പൊ ഗിവൺ മാസ് എന്ന് പറയുന്നത് ഇവിടെ 18 ഗ്രാം. ഓക്കെ, മോളാർ മാസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 180 ഗ്രാം. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 0.1 മോൾ എന്ന് കിട്ടും. അപ്പൊ മോളായി. ഇനി അടുത്തത് വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ലിറ്ററിലുള്ള ഈ സൊല്യൂഷൻ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ കിലോഗ്രാം. അപ്പൊ ഇതിന്റെ ഈ 500നെ നമുക്ക് എന്താക്കണം? കിലോഗ്രാം ആക്കണം. അപ്പൊ 500നെ കിലോഗ്രാം ആക്കുമ്പോഴത്തേക്ക് എത്ര വരും? മാസ് ഈസ് ഈക്വൽ ടു 0.5 കിലോഗ്രാം എന്ന് വരും. അങ്ങനെയാണെങ്കിൽ മൊളാലിറ്റി M ഈസ് ഈക്വൽ ടു N/M. അവിടെ ടോട്ടൽ മാസ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ W ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 2 M കൂടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരും. N/W ടോട്ടൽ വെയിറ്റ് ഇൻ കിലോഗ്രാം. ഇപ്പൊ എത്ര വരും? 0.1 ഡിവൈഡഡ് ബൈ 0.5, അതായത് 1/5 എന്ന് ആൻസർ വരും. 1/5 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. 0.2 മോളാർ, 0.1 മോളാർ, 2.2 മോളാർ, 0.5 മോളാർ. അപ്പൊ 1/5 എന്ന് പറയുമ്പോഴേ നമുക്ക് ആൻസർ മനസ്സിലായി എത്രയാണ്? 0.2 മോളാലാണ്. Okay, so answer is option A, 0.2.